നമ്മളൊക്കെ കരുതിയിരുന്നത് ശൈലജ ടീച്ചർ ഒരു മഹതിയായിരിക്കുമെന്നാണ്. ടീച്ചറുടെ പെരുമാറ്റം, വിളിക്കുന്ന ആളുകളോടുള്ള സൗമ്യതയോടെയുള്ള ഇടപെടൽ, CPM-കാരുടെ പതിവ് മുടയില്ലാത്ത പുഞ്ചിരിക്കുന്ന മുഖം, കോവിഡ് കാലത്തും നിപ്പ കാലത്തും നമ്മളെ ചേർത്ത് പിടിച്ചതിൽ നമുക്കുണ്ടായ സന്തോഷം, അങ്ങനെ നമ്മൾ ശൈലജ ടീച്ചറിനെ ആരാധിച്ചത് വെറുതെയായി എന്ന് തെളിയിക്കുന്ന തെളിവാണ്. കോവിഡ് കാലത്ത് മനുഷ്യൻ ദുരിതം അനുഭവിച്ചപ്പോൾ മനുഷ്യന്റെ പോക്കറ്റ് അടിച്ച് ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ ശൈലജ ടീച്ചറും ആരോഗ്യ വകുപ്പും ശ്രമിച്ച കഥ. ശൈലജ ടീച്ചറാണോ അതോ പിണറായിക്ക് വേണ്ടി ശൈലജ ടീച്ചർ കൊടുത്തതാണോ എന്ന് ടീച്ചറാണ് പറയേണ്ടത്. നേരത്തെ വിവാദമായ ഈ അഴിമതി ഒടുവിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. CAG-യുടെ റിപ്പോർട്ട് ഇന്നലെ നിയമസഭയിൽ വെച്ചപ്പോൾ 10,23,00,000 രൂപയാണ് വില കൂടുതൽ കൊടുത്ത് PPI വാങ്ങിയ വകുപ്പിൽ സർക്കാരിന് നഷ്ടം. 2020 മാർച്ച് മാസം 28-ാം തീയതി 550 രൂപയ്ക്ക് വാങ്ങിയ അതേ PPI 2 ദിവസം കഴിഞ്ഞ് 30-ാം തീയതി 1550 രൂപയ്ക്ക് വാങ്ങി എന്ന് കൃത്യമായി CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതായത് 2 ദിവസം കൊണ്ട് ഒരു PPI കിറ്റിന് 1000 രൂപ കൂടി. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് സാധാരണ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന 3 കമ്പനികളെ വേണ്ടെന്ന് വെച്ച്, അവരുടെ കുറഞ്ഞ കോട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് സർക്കാർ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഈ ഉയർന്ന വിലയ്ക്ക് സാധനം വാങ്ങുന്നത്. 10 കോടി രൂപ നഷ്ടമുണ്ടാക്കിയപ്പോൾ എത്ര കോടി രൂപ കമ്മീഷനായി മന്ത്രിയുടെ പോക്കറ്റിൽ പോയി, അല്ലെങ്കിൽ മന്ത്രിയുടെ മൗനാനുവാദത്തോടെ പിണറായിയുടെ പോക്കറ്റിൽ പോയി എന്ന് തെളിയിക്കേണ്ട ബാധ്യത മന്ത്രിക്ക് മാത്രമാണ്.